ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഗ്രിമെൻറ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അന്ന് തന്നെ നമ്മുടെ കബോർഡിൻ്റെ ആൾ വന്ന് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തൊക്കെ റിനോവേഷൻ വർക്കുകളുണ്ട് അതൊക്കെ നമ്മൾ നോക്കാനൊക്കെ ആയിട്ടാണ് വന്നത്. എന്തൊക്കെ പണികൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പണികൾ ചെയ്യുന്നില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിൽമെൻ്റ് ആക്കാനൊക്കെ ആയിട്ടാണ് വന്നത്. കബോർഡിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഹാളിൽ തന്നെ ഒരു ചെറിയ ഷെൽഫ് ഉണ്ടായിരുന്നു. അത് ക്രോസാക്കിയായിരുന്നു നേരത്തെ ചെയ്തായിരുന്നത്. അപ്പോൾ അത് ഞങ്ങളൊന്ന് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ഡിസൈൻ കൊടുക്കാനാണ് അവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ നൈറ്റൊക്കെ വന്നിട്ടാണ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ. കാരണം ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ പണി ചെയ്തു എന്നൊക്കെ അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുന്നതാണ്. വന്നപ്പോൾ ലൈറ്റ് കാര്യങ്ങൾ അതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ഷോ ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ ലൈറ്റ്, പുറകുവശത്തെ ലൈറ്റ്, അങ്ങനെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസത്തെ രാവിലെ പരിപാടി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ കരിയിലകളും അതുപോലെ മരമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കി, പിന്നെ ഫ്രണ്ടിലെ മിറ്റലും ഒക്കെ കോരിയെടുത്ത് മിറ്റം നല്ലോണം ക്ലീൻ ആക്കുവാണ്. അപ്പോൾ നമ്മൾ വീട് വാങ്ങിച്ചപ്പോൾ തന്നെ കുറച്ച് മെറ്റലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സേഫായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് എന്തെങ്കിലും പണികൾ വരുമ്പോൾ അത് യൂസ് ആക്കാമല്ലോ. അപ്പോൾ അതിനു വേണ്ടി മാറ്റി വെച്ചതാണത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ചേച്ചി ഞങ്ങളുടെ നെയ്ബറാണ്. എൻ്റെ വാപ്പീനെയൊക്കെ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാപ്പച്ചി. അങ്ങനെ അത്യാവശ്യം ഫ്ലോറൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനും നൗഫലും കൂടി അത്യാവശ്യം കോരി ഇട്ട് അതൊക്കെ ആയിട്ടുണ്ട്. എല്ലാ പണിയും ഒരു ദിവസം തന്നെ അല്ലായിരുന്നു, ഓരോ ഡേയ്സിലാണ്. പിന്നെ ഞാൻ പണികൾ എല്ലാം വീഡിയോസ് എടുത്ത് വെച്ചതാണ് വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. കിച്ചൻ്റെ കബോർഡ് പോർഷനും പിന്നെ താഴെയുള്ള പോർഷനൊക്കെ ഫസ്റ്റ് കോട്ട് നൗഫലും എൻ്റെ വാപ്പച്ചിയും കൂടിയാണ് അടിച്ചത്. ഫസ്റ്റ് കോട്ടൊക്കെ നമുക്ക് സാധാ അടിക്കാവുന്നല്ലേ ഉള്ളൂ. സെക്കൻഡ് കോട്ടൊക്കെയാണ് പിന്നെ നല്ല പെയിൻറ്റേഴ്സിനെയും കൊണ്ട് ചെയ്യേണ്ട ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൂത്താപ്പ പെയിൻറ്ററാണ്. അപ്പോൾ മൂത്താപ്പായാണ് ഫുൾ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്തതൊക്കെ. അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഡോറൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൽ ഞങ്ങൾ ചെയ്തത് കബോർഡിൻ്റെ ഉൾഭാഗങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. കാരണം കബോർഡ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കബോർഡിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോർഷൻസൊക്കെയാണ് നമ്മൾ ആദ്യം കവർ ചെയ്തത്. പിന്നെ ഞങ്ങൾ മതിൽ കുറച്ചും കൂടി പൊക്കി കെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കട്ടകളും ഒക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ നൗഫൽ എത്ര കട്ടകളൊക്കെ ഉണ്ടെന്നുള്ളത് എണ്ണി കൊടുക്കുന്നതാണ്. പിന്നെ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് കിച്ചൺ ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഗ്രാനൈറ്റ് പോർഷൻ വേണമായിരുന്നു. അപ്പോൾ അത് പിടിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ മതിൽ കെട്ടാനുള്ള കട്ടകളും കാര്യങ്ങളൊക്കെ വന്ന് മതിൽ കെട്ടി തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ഹാളിലത്തെ ഷെൽഫിൻ്റെ കബോർഡും കിച്ചൺ കബോർഡും ബെഡ്റൂമിലെ കബോർഡുകളൊക്കെ എല്ലാം ഫിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇനി പെയിൻറ്റിങ് ഒക്കെ ഉള്ളതാണല്ലോ, പെയിൻറ്റിങ് അല്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ സ്ക്രാച്ചുകളും പൊടികളൊന്നും ആവരുതെന്ന് കരുതിയിട്ട് അതിനകത്തേക്ക് ഫുള്ള് കവറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറകുവശത്തെ വർക്ക് ഏരിയ. അങ്ങനെ നമ്മുടെ വർക്ക് ഏരിയയിലേക്കുള്ളതും നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടേക്കുള്ള ടൈലുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഫിറ്റ് ആക്കണം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ചെറിയ ഒരു റിനോവേഷൻ പരിപാടീസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.